ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇവാസ് നെസ്റ്റി. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. അതിനുള്ള ജനലാണ്. നമ്മളിപ്പോൾ ജനലാണ് പണിയുന്നത്. ഒരു ജനൽ സെറ്റ് ആയിട്ടുണ്ട്, രണ്ടാമത്തെ ജനലാണ്. ആ ജനൽ നേരത്തെ ഉണ്ടായിരുന്നത് എന്റെ കേക്കിന് അത് ചെയ്തതാണ്. അത് വെച്ചിട്ട് ഞാൻ ആദ്യം ഉണ്ടാക്കിയായിരുന്നു, പക്ഷെ അത് സ്ഥലമില്ലായിരുന്നു ഇരിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ പാ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പായോ? കാർഡ്ബോർഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ഒരു കത്രിക എടുത്തിട്ട് നീ ഒന്ന് വന്നു. എൻ്റെ കൂടെ കത്രിക ഒന്ന് വന്നു പ്ലീസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ആണ്. അപ്പം ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അപ്പം അത്രയും മതി. ഞാൻ ശരിക്കും വെള്ളം കുടിക്കാൻ പോയതാ. അപ്പോൾ കാർഡ്ബോർഡ് വെച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാം. അപ്പം ഗൈസ്, എനിക്ക് ന്യൂ വീഡിയോ തുടങ്ങുമെന്നാണ് വച്ചു പറഞ്ഞത്, എന്നിട്ട് തുടങ്ങിപ്പിച്ചില്ല. അത് നമുക്ക് തുടങ്ങി, എങ്ങനെയെങ്കിലുമൊക്കെ തുടങ്ങാം. അത് ഇനിയിപ്പം ഞാനിപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ടെൻറ്റ് ഞങ്ങൾ ആദ്യം വെച്ച പാവ വെച്ചുണ്ടാക്കാനാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കാമെന്ന്. അപ്പം അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ജനലെല്ലാം ഉണ്ടാക്കാം. ഒന്നുമില്ല, അത് നമ്മുടെ അമ്മച്ചിയാണ്, ഇത് നമ്മുടെ അമ്മ വീടാണ്. അപ്പം ഡുംബിളിക പാട്ട് പാടല്ലേ. എല്ലാവരും ലൈക്കും ചെയ്യണം ഈ വീഡിയോയ്ക്ക്. പിന്നെ മറക്കാൻ സബ്സ്ക്രൈബും ചെയ്യണം. ഇതിന് നല്ലോണം ലൈക്ക് ചെയ്യണം കേട്ടോ. ഞങ്ങൾ മില്യൺ അടിക്കാറ്. ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി? 200 സബ്സ്ക്രൈബേഴ്സ് ആയി. 55 ആയതേ ഉള്ളൂ. 55ലേക്കായത്. ഇപ്പൊ നമ്മളിത് കട്ട് ചെയ്തെടുക്കുവാണ്. വലിയ കഷ്ടം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യൊന്ന് മുങ്ങാണ്ട് കത്താളുകൊണ്ട്. കത്താളെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ. അതിനെ അറിയത്തില്ലെന്നും പറഞ്ഞ് കമന്റ് ഇടല്ലേ. അതെ, അറിയാത്തവർ ഇതേത് സ്ലാങ് ആണ്? കൊല്ലം സ്ലാങ് അല്ലേ? കൊല്ലത്ത് ഇങ്ങനെ പറയുന്ന സ്ലാങ് ഇല്ലേ, അതല്ലേ? അപ്പൊ കൊല്ലംകാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അതിന് റിപ്ലൈ ഇടണം. അതിൻ്റെ അർത്ഥം കത്തിയെന്നല്ലേ അർത്ഥം? അപ്പം അത് നിങ്ങളൊന്ന് റിപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ഇതും കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചെവിക്ക് ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയുന്നു. വേഗം തന്നെ ഡോക്ടറിനെ സന്ദർശിക്കുക. അപ്പം ഞങ്ങൾ പറഞ്ഞത് ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു സൈസിൽ തന്നെ, അതിനെക്കാട്ടി കുറച്ചുകൂടി ചെറുതാണെന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സൈസിലാണ് നമ്മളിപ്പോൾ കട്ടി എടുക്കുന്നത്. കുറച്ച് ചെറുതായി പോകുന്ന ഡൗട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇത് നിനക്ക് എവിടെ നിന്ന് കാർഡ്ബോർഡ് കിട്ടിയത്? ഇവർക്ക് ഓർമ്മയില്ല. കേക്കെല്ലാം ഇതിലല്ലേ വെച്ചോണ്ട് വന്നേ. ശരി, എൻ്റെ ബർത്ത്ഡേക്ക്. അതാണ് സാധാരണ ഇവിടെ കാർഡ്ബോർഡ് ഒന്നും ഇരിക്കത്തില്ല. എനിക്ക് ടെൻ്റ് ഉണ്ടാക്കാൻ പുതുമയായിട്ട് ഞാൻ അന്നേരം നല്ലൊരു ടെൻ്റ് ഉണ്ടാക്കി കളറൊക്കെ അടിച്ച് ഉച്ചയ്ക്കാണ് ഇതെല്ലാം ചെയ്ത്. കളറെല്ലാം അടിച്ച് സ്പേസ് ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഹാളിന്ന് വിളിച്ചു. അപ്പൊ പിന്നെ ഞങ്ങൾ പാ വെച്ചിട്ടുണ്ടാക്കി. പക്ഷെ പാ വെച്ചിട്ടുണ്ടാക്കിയപ്പോഴും നോ സ്പേസ് ഉണ്ടായിരുന്നല്ലോ. സ്പേസ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇരിക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു. തറയില്ല. അപ്പൊ നമ്മൾ ശരിക്കുള്ള വീട്ടിൽ ശരിക്കും ഒരു ടെൻ്റ് ഉണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇടാൻ ശ്രമിക്കാം. ഞങ്ങൾ 2 ദിവസം ഇവിടെ ഉണ്ട്. നമ്മൾ പിന്നെ നിങ്ങളോട് പറയാൻ മറന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ന്യൂസിലൻഡിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് നിങ്ങൾ അവിടെ ഡാൻസ് കളിക്കണം. അവിടെയാണ് നമ്മളിന്ന് പഠിക്കാൻ അങ്ങ് പോകുന്നത്. അപ്പം ഇവിടുത്തെ സ്കൂളിൻ്റെ തീസി ഒക്കെ ഇട്ട് ഞങ്ങൾ വലിയൊരു സങ്കടത്തോടെ. ഇപ്പൊ വലിയൊരു ചെറുക്കനായി ഞാൻ. എനിക്കിപ്പോ 8 വയസ്സുണ്ട്. 7 വയസ്സേ ഉള്ളൂ. 7 വയസ്സേ ഉള്ളൂ. 2018 ജനിച്ചാണ്. എനിക്ക് 9 വയസ്സാണുള്ളത്. അല്ല, ഞാൻ 2017 ജനിച്ചു. കള്ളവാ ഗൈസ് പറയുന്നത്. കള്ളം പറയരുത്, ആരോടും കള്ളം പറയരുത്. അപ്പം ഇത്രയും വലിയ പാടാണ് ഗൈസ് ഇത് മുറിക്കുന്നത്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യണമെന്നാണല്ലോ.
അപ്പോൾ എന്താന്ന് വെച്ചാൽ എൻ്റെ പേരിലാണ് ഈ ടെൻറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെയും കൂടി ഒരു ടെൻറ്റ് അങ്ങ് പണിത കുഴപ്പമില്ല. ഇവർക്കൊക്കെ ജോലി ചെയ്യാൻ സൂക്ഷിച്ച് വെക്കാനുള്ള സാധനങ്ങൾ അതിനാണ്. പിന്നെ നമുക്ക് ഇച്ചിരി ദിവസം ഇവിടെ ഉണ്ടായതുകൊണ്ട് അത് കളിക്കാൻ വേണ്ടി കളിപ്പാട്ടങ്ങളൊക്കെ വെക്കാം. പിന്നെ സൂക്ഷിച്ച് വെക്കേണ്ട പൈസകളും എല്ലാം ഇതിനകത്ത് തന്നെ വെക്കാം. ആ സത്യം ഒരു മിനിറ്റ് ഒന്ന് മാറ്റി എന്തു ഒരു കാര്യം നോക്കിയത് 3 ജനലാക്കിയാലോ? 3ാമത്തെ ഇവിടെ ആക്കാം. എനിക്ക് അത് ഇത് ചെയ്യും. ഞാൻ അവിടെ മാറ്റി ഇത് സൈസ് അതെന്തുവാന്ന് പറയട്ടെ. അത് ഈ സൈസിലാക്കാം. എല്ലാ ജനാലയോടും കണക്ക് ഇവച്ച പാസ് ചെയ്യണേ. ഈ സൈഡ് ചെയ്യാം. അപ്പം അവൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും. കുക്കുറുക്കൻ എനിക്ക് ചെയ്യുന്ന ഐഡിയ വർക്ക് ആവുമായിരിക്കും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട യൂട്യൂബറിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ചിരി വന്ന് ഉള്ള യൂട്യൂബറിനെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള യൂട്യൂബേഴ്സിൻ്റെ കുറച്ചല്ല ഞാൻ പേര് പറയാം. എനിക്കിഷ്ടം പ്രവീൺ പ്രണവ്, അയ്യ അബുട്ടൊക്കെ സോ ക്യൂട്ടാണ്. പിന്നെ പിന്നെ പുള്ളോത്തി, പിന്നെ വേറെ പിന്നെ ഇതെല്ലാം എനിക്ക് ഇഷ്ടമുള്ളതാണ്. വേറെ പുള്ളോത്തി, പിന്നെ ബ്ലാക്ക് 100 അത് ഇവൻ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇഷ്ടം പിന്നെ ഞങ്ങളുടെ വീഡിയോ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതാർക്കും ഇഷ്ടമല്ലാത്തത്. പിന്നെ എനിക്ക് ഏത് യൂട്യൂബ് ചാനലാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ പിന്നെ എനിക്കൊരു ആദർന്നോ എൻ്റെ ക്യാമറ നോക്കണം. ആദ്രവൻ കസിൻസ്. അതല്ലേ ആദരവാൻ്റെ കസിൻസ്. അത് അർജുനൻ. അത് നിങ്ങളെ ചിലവർ അതിൻ്റെ ഫാൻസാണ്. നിങ്ങൾക്ക് ശരി, നിങ്ങൾ ചിരിച്ച് ചൂപ്പാട് വരും. അതെങ്ങനെയാന്ന് വെച്ചാൽ അർജുനൻ. അതൊന്നും പറയണ്ട. പിന്നെ ഫാൽഗുണൻ. നമുക്ക് ചിരി വന്നിട്ട് വയ്യ. അല്ല, എനിക്ക് ആ 3 പേരല്ലാതെ കുറേ പേര് ഇഷ്ടമാണ്. ഇത് കാണിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമാണ്. ഇതൊന്ന് കട്ടായിപ്പോ. ആരുടെയാണ് ഞങ്ങൾ ചെയ്ത് അതുപോലെ കട്ട് ചെയ്തിങ്ങനെ വരുമ്പോൾ ആരുടെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ആ ഷേപ്പിൽ വരത്തില്ലേ, അപ്പോൾ ആരുടെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്കൊരു യൂട്യൂബ് ചാനലും കൂടി ഇഷ്ടമാണ്. ഏതായാലും എൻ്റെ പേര് മറന്നുപോയി ഗൈസ്, അതൊന്ന് ആലോചിക്കട്ടെ. ഷിലവിന് ഞാൻ പറഞ്ഞിരുന്നത് യെസ്, സോളോ വൈനർ മാത്രമല്ല വേറൊരെണ്ണം ഉണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ലുട്ടുമോൻ അതല്ല, ലുട്ടുമോൻ അത് എന്തായിരുന്നു അതിൻ്റെ പേര്? ഞാൻ മറന്നുപോയി. ഞാൻ നാളെ നോക്കാം. അല്ല, ഇന്ന് നോക്കാം. എന്നാൽ നാളെ എപ്പോൾ വേണേലും നോക്കാം. ഒരു മിനിറ്റ്, ഏതെൻ്റെ ടാബിങ് എടുത്തോണ്ടോ ഞാൻ സെർച്ച് ചെയ്ത് നോക്കാം. എനിക്ക് ആ യൂട്യൂബർ ഭയങ്കര ഇഷ്ടമാണ്. 2 പേര്. AK ടോക്ക് എനിക്ക് ഇഷ്ടമാണ്. AK ടോക്ക്. പിന്നെ ചട്ടമ്പീസ് എനിക്ക് ഇഷ്ടമാണ്. ശരിയാണ്, ചട്ടമ്പീസ് എനിക്ക് ഇഷ്ടം. ചീനി കുട്ടി വെക്കണോ? 65 ഉണ്ട്. മതി, ഞാൻ പിന്നെ കുത്തിയിടാം. പാസ്വേഡ് അടിക്കട്ടെ. പാസ്വേഡ് ഡിങ്ക് ചിക്കൻ അല്ലേ പറയുന്നത്? ഇങ്ങനെ അടിച്ചോക്കെ കൊടുത്തിട്ടായിരിക്കും. നീ ചെന്ന് അവിടെ ഇരുന്ന് ചെയ്തോ. അബിജിൻ വൈ ജോർജ് നീതുമോളുടെ. അതിലൊരു ഷോർട്ടി വാച്ച് ചീട്ടായിരുന്നു. എന്തോ മറന്നുപോയി. ശരി, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു.
യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. ഇനി നമ്മൾ മലയാളം യൂട്യൂബ് ചാനൽ നോക്കട്ടെ. ബീട്ട കന നാളെ ഞാൻ അത് നോക്കിയിട്ട് അതിന് വേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ ഉണ്ടാകാതെ മറന്നുപോയി. ഒരു വിധം ഞാനിത് ഈ സാധനം ചെയ്യാം. അപ്പച്ചൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താ നോക്ക് ഇവിടെ എല്ലാം കേൾക്കും. ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ കീറുക. ഹലോ എന്തൊക്കെ ഡിസിഷൻ സുഖമാണോ? അടങ്ങിയതാ തന്നെ ഉണ്ടാക്കാൻ പോകുന്നൊരു എക്സൈറ്റ്മെന്റ് കാരണമാണ് ഇതിങ്ങനെയൊക്കെ പറയുന്നവൻ എപ്പോഴും ഉള്ള എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ്. പിന്നെ ഞങ്ങള് ജിയോമെട്രി ബോക്സും ഒക്കെ മേടിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി എൻ്റെ സ്കൂളിൽ അത് കൊണ്ടുപോകണമായിരുന്നു. ഞാനത് വാങ്ങിച്ചു വെച്ചു. പിന്നെ നിങ്ങളുടെ കുട്ടികളില്ലേ, കുട്ടികളോ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞങ്ങളിപ്പോൾ മുസ്ലിം പോകുന്നതുകൊണ്ട് ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടത്തില്ല. ചില വീഡിയോസൊക്കെ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ നമുക്ക് കമൻ്റ് ഇടാനുള്ളവർ കുറേ പേരുണ്ട്. കമൻ്റ് എല്ലാത്തിനും ഇടണേ. കമൻ്റ് ഒരാൾ മാത്രമേ ഇട്ടുള്ളൂ, ഏഞ്ചൽ മരിയല്ല, അങ്ങനെ കണ്ടേ. ഞങ്ങൾക്കറിയാം അവരുടെ വീട് പുത്തൂരാണ്. ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങളുടെ സബ്സ്ക്രൈബറിൻ്റെ എല്ലാവരുടെയും വീട്ടിൽ ഞങ്ങൾ പോകുന്നതാണ്. പക്ഷെ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബർ ആവണം, ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആവണം. എന്നിട്ട് നിങ്ങളുടെ വീടിൻ്റെ സ്ഥലവും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ കാണാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരികയും ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ഒരാൾക്ക് ഗിഫ്റ്റ് എന്തുവാ, എല്ലാവർക്കും ഇഷ്ടമുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തുവാന്നും കൂടെ കമൻറ്റ് ചെയ്യണം. നിങ്ങളത് കൊണ്ടുവരാം. ഇഷ്ടമുള്ള 3 സാധനങ്ങളുടെ പേര് പോകുന്നുണ്ട്. അതിനിപ്പോൾ എന്താ, പക്ഷെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതാണ് കുറവ്. ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ കുഴപ്പമില്ല, അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. പക്ഷെ സബ്സ്ക്രൈബർ ആവണം. ഇപ്പം ഗൈസ് ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒക്കെ കൂടെ കട്ട് ചെയ്യാം. ഇവിടവും കട്ട് ചെയ്യും. പഞ്ചാബിൽ ഗുജറാത്തി കഴുത്തിൽ കിട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ. അമ്മച്ചി വരും. അമ്മച്ചി എൻ്റെ പാട്ട് കേട്ട്. അപ്പം നമ്മളിത് വലിയൊരു ടാസ്ക്കാണിത്. നമുക്കൊന്ന് ഇടാനായിട്ട് ഡിങ്ക് ജിക്ക. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കാരണം ഒത്തിരി ലോങ് ആയി പോയാലും പ്രശ്നമാണല്ലോ വീഡിയോസൊക്കെ. അതുകൊണ്ട് നമ്മൾ ഇത്രേ ഉള്ളൂ. ഇത് ശരിയാക്കി കഴിഞ്ഞാൽ വീഡിയോ ഞാൻ